സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കിഷ്കിന്ത കാണ്ഡം ഞാൻ കണ്ടായിരുന്നു ഗൈസ്. എന്നാ സ്റ്റോറി അത്, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ ഡയറക്ഷനും സൂപ്പർ മ്യൂസിക്കും സൂപ്പർ സ്ക്രിപ്റ്റും. ഞാൻ ARMനെ കുറിച്ച് ഈ ഒരു അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ എല്ലാവരും പോയി കാണാനേ പറയത്തുള്ളൂ. അത്രയ്ക്ക് രസമായിട്ടാണ് അവർ സ്ക്രിപ്റ്റ് ആ ഒഴുക്കിനങ്ങ് എഴുതിയിട്ടുണ്ട്. സ്റ്റോറി ബൈ ബാഹുൽ രമേശ്. എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്ത്, ഐ തിങ്ക് അറൗണ്ട് ഒരു 1-2 വീക്സ് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്തത്. എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതെന്ന് അറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ റെക്കമെൻഡ് ചെയ്യും, എല്ലായിടത്തും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ സിനിമ. അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ജിഞ്ചിത്ത് അയ്യത്തൻ എന്ന് പറയുന്ന ഡയറക്ടർ, കക്ഷാമണിപ്പിള്ള കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്ന സിനിമയാണിത്. സോ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ചെയ്തിരിക്കുന്ന, ലൈക്ക് എടുത്തിരിക്കുന്ന രീതി. പിന്നെ ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവും സ്ക്രിപ്റ്റ് റൈറ്റർ പോയിന്റ് ഓഫ് വ്യൂവും മ്യൂസിക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുണ്ട്. ക്യാമറ ആൾസോ നൈസ് ആയിട്ടുണ്ട്. സോ ഓവറോൾ പടം ഈസ് സോ സൂപ്പർ. ആൻഡ് ഇപ്പോൾ ഒരു 200 രൂപ കളഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കും അത് നഷ്ടമാവത്തില്ല. വളരെ നല്ലൊരു സിനിമയാണ് ആക്ച്വലി. എല്ലാവരും പോയി കാണണമെന്ന് തന്നെ പറയത്തുള്ളൂ. കാര്യം ആ ഒരു എന്താ പറയുക, ആ ഫീലൊക്കെ അത് തിയേറ്ററിൽ പോയി കണ്ടാലേ അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആക്ച്വലി. അപ്പം അത്രേ ഉള്ളൂ. ആൻഡ് ആസിഫ് അലിയുടെ അഭിനയം, ഓ മൈ ഗോഡ് മോനെ, അത് പറയാൻ വാക്കുകളിൽ അത്രയ്ക്ക് സൂപ്പറായിട്ട്. പിന്നെ വിജയരാഘവൻ സാറ്, എങ്ങനെയാണ് ഈ പുള്ളി ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്? ലൈക്ക് ഒരു പ്രായ ആളായിട്ടും ട്രെയിലർ കണ്ടുപോയ പിന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടൊക്കെ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന പുള്ളിക്ക്? സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളി ആണെങ്കിലും ഇതിൽ ഈ മൂന്ന് പേരിലാണ് ചുറ്റിപ്പറ്റിയാണ് കഥ ഇങ്ങനെ ഓവറോൾ പോയിരിക്കുന്നത്. സോ ഇവർ മൂന്നുപേരും നല്ല കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ട്. ആസിഫ് അലിയുടെ ആ ഒരു അഭിനയ രീതി നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. സോ അതേ പാറ്റേൺ തന്നെ, പക്ഷെ ഒട്ടും സിനിമ ലൈക്ക് ക്ലൈമാക്സ് വരെ കണ്ടാൽ നമുക്ക് ഓ ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ഒരിക്കലും ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോറിയാണ്. മേ ബി ഒരു 90% സ്റ്റോറി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ബാക്കിയുള്ള 10% ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. ലൈക്ക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ലൈക്ക് ഒരു വിജയം ആക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഗോട്ട് പോലത്തെ ഒരു പടം ഒന്നുമല്ല വിജയമാക്കേണ്ടത്. ഇതേപോലത്തെ ഇത്ര അടിപൊളി സിനിമകളൊക്കെയാണ്. അയ്യോ സൂപ്പർ ഡൂപ്പർടാ, എല്ലാവരും പോയി കാണും. ഒരിക്കലും ഇത് നഷ്ടമാവത്തില്ല, വെറുതെ ആവത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.